ബൈബിളിൽ മനോഹ എന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരു രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് സ്വപ്നത്തിൽ ദൈവിക ഭൂതൻ വന്ന് നിങ്ങൾക്കൊരു മകൻ ജനിക്കുമെന്നും അവൻ യുദ്ധങ്ങളെ ഒറ്റയ്ക്ക് നേരിടുകയും രാജ്യത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുകയും ഒരു വിജയപുരുഷനായി ചരിത്രത്തിൽ ഇടം നേടും എന്നും പറഞ്ഞു. ഭൂതൻ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഒരു മകൻ ജനിച്ചു. അവൻ വളരുന്നതിനോടൊപ്പം തൻ്റെ മാതാപിതാക്കൾ അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന നിയോഗം എന്താണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഇത് അംഗീകരിക്കാൻ പറ്റാത്ത ചിലർ ഈ മുടിയും വളർത്തി നടക്കുന്ന ഭ്രാന്തൻ ചെറുക്കൻ എന്തു ചെയ്യുമെന്നും ഇവനൊപ്പം എന്ത് സൈന്യം നിലനിൽക്കുമെന്നൊക്കെ പരിഹസിച്ചുകൊണ്ടേയിരുന്നു. കാലം മാറി, സമയം മാറി, നൂറ്റാണ്ടുകളും മാറി. പക്ഷേ അന്ന് ആ മുടി നീട്ടി വളർത്തിയ പയ്യൻ കേട്ട അതേ പരിഹാസം മറ്റൊരുവനും നേരിടേണ്ടി വന്നു. അങ്ങനെ യുദ്ധം അതിൻ്റെ തീവ്രതലത്തിൽ നിൽക്കുകയാണ്. ശത്രു സൈന്യം അവരുടെ വിജയം ആഘോഷിക്കുന്നു. അങ്ങനെയിരിക്കെ ഒരു കാഴ്ച അവർ കാണുകയാണ്. ഒരുവൻ ഒറ്റയ്ക്ക് അവരെ നേരിടാൻ ആ യുദ്ധകളത്തിലേക്ക് നടന്നു വരുന്നു. അവൻ മുന്നോട്ട് നടക്കുന്തോറും ശത്രുവിനോടുള്ള ഭയം അവനെ വിട്ടുപോയിരുന്നു. പക്ഷേ അവൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് പിറകിൽ നിന്ന് കേട്ട ആ പരിഹാസങ്ങളായിരുന്നു. പക്ഷേ അവനിൽ അത്ഭുതങ്ങൾക്ക് മുമ്പിൽ അതെല്ലാം ചാരമാവുകയും മുന്നിൽ വന്ന എല്ലാ വെല്ലുവിളികളെയും നേരിട്ട് ശത്രുവിൻ്റെ തലയറുത്ത് രാജ്യത്തിന് വിജയം നേടിക്കൊടുക്കുമ്പോൾ വേദപണ്ഡിതന്മാർ ആ പേര് വിജയപുരുഷനെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി. 2026 വരുമ്പോൾ ആ ചരിത്രം ദൈവം ഒന്നും കൂടി കാലത്തിന്റെ കാവ്യനിധി എന്ന പോലെ പുതുക്കി പണിതു. ആ ചരിത്ര പുരുഷന്റെ പേരിനൊപ്പം ഒരു പേര് കൂടെ അടയാളപ്പെടുത്തുന്നുണ്ട്: സഞ്ജു വിശ്വനാഥ് സാംസൺ. 2026 ജനുവരി 31. 36 ദിവസങ്ങൾക്ക് മുമ്പ് അന്നാണ് സ്വന്തം നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ ഗ്ലൗ ഇഷാൻ കിഷാന് കൈമാറി ഫീൽഡിലേക്ക് മടങ്ങിയത്. അന്ന് വരാൻ പോകുന്ന 2020 ലോകകപ്പിലെ രണ്ടാമത്തെ ടോപ്പ് സ്കോറർ പോയിട്ട് ടീമിൽ ഇടം നേടും എന്നുപോലും ആരെങ്കിലും പറഞ്ഞാൽ അവരെല്ലാം പരിഹസിക്കപ്പെടുമായിരുന്നു. അവിടെ നിന്ന് ഇന്നിതാ നിലവിലെ ടൂർണമെന്റിലെ രണ്ടാമത്തെ ടോപ്പ് സ്കോറർ. ഒന്നാമതുള്ള ഫർഹാനുമായി 62 റൺസ് മാത്രമാണ് വ്യത്യാസമുള്ളത്. അതും ഫർഹാനേക്കാൾ 2 മാച്ച് കുറവ് കളിച്ചിട്ട്. എല്ലാ ടീമുകളും കണ്ടെത്തിയ ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിന്റെ ഒരു ദൗർബല്യം. അങ്ങനെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ പരാജയം ഏറ്റുവാങ്ങുന്നു. ഇടം കൈ അമർന്നിറഞ്ഞ ഒരു ബാറ്റിംഗ് ലൈനപ്പിലെ വലം കൈയ്യൻ എന്നതാണ് അയാൾക്ക് വീണ്ടും ഒരു അവസരത്തിന് വഴിയൊരുക്കിയത്. പെർഫോം ചെയ്തില്ലെങ്കിൽ കരിയറിന്റെ തിരശ്ശീല ഒരുപക്ഷെ അവിടെ വീഴുമെന്ന നിലയിലുള്ള അത്ര ഹൈ പ്രഷർ സിറ്റുവേഷനിലാണ് വെസ്റ്റ് ഇൻഡീസിനെതിരെ അയാൾ ഇറങ്ങി വരുന്നത്. അന്ന് ടീമിനെ മുഴുവൻ ചുമലിലേറ്റിയ ഒരു ഇന്നിങ്സ് മുതൽ പിന്നെ ഒരു പിഴവിനും പഴുതിനും ഇടം നൽകാത്തൊരു സഞ്ജു സ്പെഷ്യലായിരുന്നു. ആദ്യ ഓവറിൽ ഹെൻറിയുടെ ബൗളിങ്ങിലെത്തിയ സിക്സർ മുതൽ ഒരു ഓവറിൽ രജിൻ രവീന്ദ്രക്കെതിരെ നേടിയ തുടർച്ചയായ 3 സിക്സറുകളടക്കം ബൗണ്ടറികളുടെ വരകൾ കടന്നുപോയ 24 സിക്സറുകൾ. ടൂർണമെന്റിൽ നിലവിൽ ഏറ്റവും കൂടുതൽ 6 നേടിയ താരമാണ് സഞ്ജു സാംസൺ. തൊട്ടുപിന്നിൽ ഫിൻലാൻഡിനു മാത്രം എത്തിപ്പിടിക്കാവുന്ന ദൂരത്ത്. ഈ 3 ഇന്നിങ്സുകളും എടുത്താൽ അതിശയിപ്പിക്കുന്നത് അതിലെ പിഴവുകൾ വിരലിൽ എണ്ണാവുന്നത് മാത്രമായിരുന്നു എന്നതാണ്. ഇന്ന് ബാറ്റിന്റെ എഡിജിൽ കൊണ്ട് ബൗണ്ടറികൾക്കപ്പുറം ലാൻഡ് ചെയ്തുവെന്ന് തോന്നിച്ച ഒരു ഷോട്ടും കഴിഞ്ഞ ദിവസത്തെ ഒരു ചാൻസും പോലെ അപൂർവം. വെറും 5 മാച്ചുകൾ കൊണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച വൈറ്റ് ബോൾ ക്രിക്കറ്ററുടെ റെക്കോർഡാണ് അയാൾ തൂക്കിയത്. ഒരു ടൂർണമെന്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺ നേടിയ ബാറ്റർ എന്ന റെക്കോർഡ് ഒരു മലയാളിയുടെ പേരിലാക്കിയിട്ടുണ്ട്. യാതൊരുവിധ സംശയങ്ങൾക്കും ഇടം നൽകാതെ, ഒരു ചോദ്യത്തിനുള്ള പഴുതില്ലാതെ ചരിത്രം കുറിക്കുന്ന 3 രക്തങ്ങൾ. സ്ഥിരതയില്ലെന്ന വിമർശനത്തിന് ക്രിക്കറ്റ് ഇവന്റിലെ ഏറ്റവും വിഷമകരമായ സ്റ്റേജിൽ ഏറ്റവും സ്ഥിരതയാർന്ന പെർഫോമൻസ്. വെറും 36 ദിവസങ്ങൾക്ക് മുമ്പ് അയാളുടെ കരിയർ അവസാനിച്ചെന്ന് നിങ്ങൾ എത്ര പേർ വിചാരിച്ചു കാണണം? നെഞ്ചിൽ നിന്ന് ജനകോടികളുടെ നെഞ്ചകത്തെത്താൻ വേണ്ടി വന്നത് വെറും 36 ദിവസം മാത്രമായിരുന്നു. ഒരു രാജ്യത്തെ കൊണ്ട് ഒരു മലയാളി വാക്ക് വിളിച്ചവൻ. I wouldn't mind breaking a few heads to lift the trophy for once. T20 ലോകകപ്പിന്റെ ഫൈനലിന് മുമ്പുള്ള പത്രസമ്മേളനത്തിൽ ന്യൂസിലാൻഡ് നായകനായ മിച്ചൽ സാന്റ്നർ പറഞ്ഞ വരികളാണിത്. അപ്പോൾ എന്തായിരുന്നു അയാളുടെ മനസ്സിൽ? 2023 ഏകദിന ലോകകപ്പ് കലാശ പോരാട്ടത്തിന് തൊട്ട് മുമ്പ് ഓസ്ട്രേലിയൻ നായകനായ പാറ്റ് കമ്മിൻസ് സമാനമായ വാക്കുകൾ ഉച്ചരിച്ചിരുന്നു. അന്ന് കങ്കാരുപട കിരീടവുമായി മടങ്ങുകയും ചെയ്തു. ചരിത്രം ആവർത്തിക്കാമെന്നാണ് അയാൾ കണക്ക് കൂട്ടിയത്. എന്നാൽ കിവി സ്കിപ്പർ ഒരു കാര്യം മറന്നു. 2023 ഫൈനലിൽ സ്ഥാനം നിഷേധിക്കപ്പെട്ട ഒരു കളിക്കാരൻ ഇത്തവണ ഇന്ത്യൻ ടീമിനോടൊപ്പം ഉണ്ടായിരുന്നു.
അവന് ബൈബിളിലെ വീരയോദ്ധാവിൻ്റെ പേരായിരുന്നു. വെറും കൈകൊണ്ട് ഒരു സിംഹത്തിൻ്റെ കഥ കഴിച്ച സഞ്ജു വിശ്വനാഥ് സാംസൺ. അഹമ്മദാബാദിൽ ആകാശത്തിൽ പറന്നുല്ലസിക്കാനാണ് കിവികൾ മോഹിച്ചത്. പക്ഷേ അവരെ കടിച്ചു കീറിയ സഞ്ജു ഇന്ത്യയെ തുടർച്ചയായ 2ാം ലോകകപ്പ് വിജയത്തിലേക്ക് നയിച്ചിരിക്കുന്നു. ഞാൻ വെറുതെ ആലോചിച്ച് നോക്കുകയായിരുന്നു. സഞ്ജു കാഴ്ചവെച്ച ബാറ്റിംഗ് വിസ്മയം ഇന്ത്യയുടെ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികവുറ്റതല്ലേ. 2007-ലെയും 2011-ലെയും ഇന്ത്യയുടെ ലോകകപ്പ് വിജയങ്ങളിൽ നിർണായക പങ്ക് വഹിച്ചത് യുവരാജ് സിംഗ് ആയിരുന്നു. 2007-ലെ ഫൈനലിലും 2011-ലെ സെമി ഫൈനലിലും യുവിക്ക് ബാറ്റുകൊണ്ട് തിളങ്ങാൻ സാധിച്ചിരുന്നില്ല. 1983-ലെ ലോകകപ്പ് ഹീറോ മൊഹീന്ദർ അമർനാഥ് ആയിരുന്നു. സെമി ഫൈനലിലും ഫൈനലിലും അദ്ദേഹം മിന്നിത്തിളങ്ങി. എന്നാൽ മറ്റുള്ള മാച്ചുകളിൽ അമർനാഥ് വലിയ മാച്ച് വിന്നിംഗ് ഇമ്പാക്ട് സൃഷ്ടിച്ചിരുന്നില്ല. 2 വർഷങ്ങൾക്ക് മുമ്പ് കരീബിയൻ ദ്വീപുകളിൽ വെച്ച് ഇന്ത്യ ജയിച്ച ലോകകപ്പിലും ഇതേ മാതൃക കാണാം. ഓസീസിനെതിരായ നിർണായക മത്സരത്തിലും സെമി ഫൈനലിലും രോഹിത് ശർമ്മയുടെ ബാറ്റിൽ നിന്ന് റണ്ണൊഴുകി. ഫൈനലിൽ വിരാട് കോഹ്ലി രക്ഷകനായി അവതരിക്കുകയും ചെയ്തു. ഇവിടെയാണ് സഞ്ജുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നത്. തുടർച്ചയായി 3 നോക്കൌട്ട് മത്സരങ്ങളിൽ ടോപ്പ് സ്കോറർ. സ്ഥിരതയില്ല എന്ന് പരിഹസിക്കപ്പെട്ടിരുന്ന സഞ്ജു സ്ഥിരതയുടെ പര്യായമായി മാറിയ കാഴ്ചയാണിത്. രൺബീർ സിംഗ് നായകനായി അഭിനയിച്ച 83 എന്ന സിനിമ പറഞ്ഞത് 1983-ലെ ലോകകപ്പ് വിജയത്തിൻ്റെ കഥയായിരുന്നു. അതിൽ ശ്രദ്ധേയമായ ഒരു രംഗമുണ്ട്. ഇന്ത്യൻ ടീമിലെ ഒരാൾ വെസ്റ്റ് ഇൻഡീസ് ഫാസ്റ്റ് ബൗളറുടെ ഭീകരതയെക്കുറിച്ച് കൂട്ടുകാരോട് വർണ്ണിക്കുന്നു. കൃഷ്ണമാചാരി ശ്രീകാന്തിനെ അവതരിപ്പിച്ച നടനായ ജീവ പറയുന്നു, "ഒന്ന് നിർത്താമോ? ഇതെന്താ ഹൊറർ സിനിമയോ?" ന്യൂസിലാൻഡ് ബൗളർക്കെതിരെ സഞ്ജുവിൻ്റെ റെക്കോർഡുകൾ ഫൈനലിന് മുമ്പ് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. വായിച്ചാൽ അതും ഒരു ഹൊറർ സിനിമ പോലെ അനുഭവപ്പെടുമായിരുന്നു. സ്ഥിരതയില്ല എന്ന് പരിഹസിക്കപ്പെട്ടിരുന്ന സഞ്ജു സ്ഥിരതയുടെ പര്യായമായി മാറിയ കാഴ്ചയാണിത്. കേവലം 10 പന്തുകൾക്കിടെ സാന്റ്നർ സഞ്ജുവിനെ 3 തവണ പുറത്താക്കിയിരുന്നു. മാറ്റ് ഹെൻഡ്രിക്കും ലോക്കി ഫെർഗൂസനും ജെയിംസ് നിഷത്തിനും സഞ്ജുവിനെ 2 തവണ കീഴടക്കിയതിൻ്റെ ഓർമ്മകളുണ്ടായിരുന്നു. ഈ 4 ബൗളർമാർക്കെതിരെയുള്ള സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ആവറേജ് കേവലം 10 റൺസ് മാത്രമായിരുന്നു. പക്ഷേ ഫൈനലിൽ ഇവരെയെല്ലാം സഞ്ജു അരിഞ്ഞു തള്ളി. അയാൾ സിംഹഹൃദയനായിരുന്നു. ആദ്യ ഓവറിൽ ഹെൻറി സഞ്ജുവിനെതിരെ 4 ഡോട്ട് ബോളുകൾ എറിഞ്ഞു. പക്ഷേ 5ാമത്തെ പന്ത് മിഡ് ഓണിനോട് മുകളിലൂടെ അദൃശ്യമായി. നിഷാം സഞ്ജുവിനെതിരെ ഒരു ഗംഭീര യോർക്കറാണ് പായിച്ചത്. സഞ്ജു അതിനെ ബൗണ്ടറിയിലേക്ക് പറഞ്ഞയച്ചത് കണ്ട് ലോകം തരിച്ചു നിന്നു. ഈ ലോകകപ്പിലെ ടോപ്പ് വിക്കറ്റർമാരുടെ പട്ടികയിൽ 5ാം സ്ഥാനത്തുണ്ടായിരുന്ന ആളാണ് രജിൻ രവീന്ദ്ര. അയാളുടെ 3 പന്തുകളാണ് സഞ്ജു തുടരെ അടിച്ച് പുറത്തിട്ടത്. ഇടിക്കൂട്ടിലെ ഇതിഹാസമായിരുന്ന മുഹമ്മദ് അലിയോട് ഏറ്റുമുട്ടിയതിനു ശേഷം ജോ ബക്നർ എന്ന ബോക്സർ ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ നല്ലൊരു പഞ്ച് അലിക്ക് നൽകി. അദ്ദേഹം അതിനെ അഭിനന്ദിക്കുകയും ചെയ്തു. അതിനു പിന്നാലെ അതിശക്തമായ 4 ഇടികളാണ് എൻ്റെ മുഖത്ത് വന്നു വീണത്. അലിയുടെ വേഗതയും ടൈമിങ്ങും അസാധാരണമായിരുന്നു. മൊട്ടേരയിലെ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് മുഹമ്മദ് അലിയുടെ ബോക്സിംഗ് പോലെയായിരുന്നു. കിവികളുടെ പഞ്ചുകൾക്കെല്ലാം അതിശക്തമായ കൗണ്ടർ പഞ്ചുകളുണ്ടായി. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന T20 ഗെയിംസിൽ സഞ്ജുവിനെ വീഴ്ത്തിയത് ഫെർഗൂസനായിരുന്നു. അന്നാണ് സഞ്ജുവിന് കീപ്പിംഗ് ഗ്ലൗസും ടീമിലെ സ്ഥാനവും കൈമോശം വന്നത്. T20 ലോകകപ്പ് ഫൈനലിൽ ആ കണക്കും സഞ്ജു തീർത്തു. 150 കിലോമീറ്ററിനടുത്ത് വേഗതയുണ്ടായിരുന്ന ലോക്കിയുടെ പന്തുകൾ 4 പാടും പായിക്കപ്പെട്ടു. മുഹമ്മദ് അലി ജോ ബഗ്നർക്ക് സമ്മാനിച്ചതുപോലുള്ള സോളിഡായ പ്രഹരങ്ങൾ. ഇന്ത്യയുടെ നെഞ്ചകം തകർക്കുന്നതിന് വേണ്ടിയെത്തിയ സാന്റ്നർ ഇപ്പോൾ നിശബ്ദനാണ്. തകർന്നത് അയാളുടെ ഹൃദയമാണ്. ഒന്ന് കണ്ണടച്ചാൽ സാന്റ്നർക്ക് അത് വീണ്ടും കേൾക്കാം.